ഹലോ ഗായ്, ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അതും ട്രഡീഷണൽ ഡ്രസ്സിൽ റഷ്യയിൽ എവിടെയായിരിക്കും പോകുന്നതെന്നായിരിക്കും നിങ്ങളെല്ലാവരും ആയിരിക്കുന്നല്ലേ. അതെന്താണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഞാൻ ട്രഡീഷണൽ ഡ്രസ്സ് ഇടാനുള്ള കാരണവും ഇത് തന്നെയാണ്. നിങ്ങൾ നോക്ക് എന്ത് രസമായിട്ടാണ് ഓരോ റഷ്യൻസും നമ്മുടെ ഇന്ത്യൻ അറ്റയറിൽ അവിടെ ഇരിക്കുന്നത്. യു ഗൈസ് വിൽ ബി ഹാവിങ് എ ഡൗട്ട് റൈറ്റ്, അതെന്താണ് റഷ്യൻസ് ഇങ്ങനെ സാരി കൊടുത്തും മുണ്ടക്കെടുത്തും ഇങ്ങനെ ഇരിക്കുന്നത്? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇത് റഷ്യയിലെ സ്റ്റാവ്രോപോൾ, അതായത് ഇന്ത്യൻ ഹിന്ദു കൾച്ചർ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ഇൻസ്പയർ ആയിട്ട് കൃഷ്ണ ഡിവോട്ടീസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇവരെന്താ പറയുക, നമ്മുടെ ഹിന്ദു കൾച്ചർ, അതായത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറാണ് കൂടുതലും ഇവർ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഇവർക്ക് വരുന്നത് എല്ലാ സൺഡേസിലും ഇവർ കൂടി പ്രാർത്ഥിച്ച് ലെക്ചറൊക്കെ ഉണ്ട്, ഭജനാസ് പാടി, ആൻഡ് ചെറിയ രീതിയിൽ ഇവർക്ക് എക്സാം സെഷൻ ഉണ്ട്. ആ എക്സാമിന് പാസ്സാവുന്നവർക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. ആൻഡ് ദിസ് വാസ് ഓൾഗ, ഷി വാസ് സിറ്റിംഗ് നിയർ ടു മീ. സർപ്രൈസിംഗ്ലി ഷീ ന്യൂ ഇംഗ്ലീഷ്. ആൻഡ് ഓൾഗയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയ ആപ്പിൾ ഓൾഗ എനിക്ക് തന്നു. പിന്നെ ഇവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർ പ്യോർ വെജിറ്റേറിയൻ ആണ്. ബാക്കിയുള്ള റഷ്യൻസിനെ പോലെ ആൽക്കഹോൾ ഒന്നും യൂസ് ചെയ്യില്ല. പിന്നെ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഡ്രഗ് അഡിക്ഷനിൽ നിന്നൊക്കെ വിട്ടുമാറി അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവരിവിടെ വരുന്ന എല്ലാവർക്കും തന്നെ ഫുഡ് കൊടുക്കും, പ്രസാദം കൊടുക്കും. അതും ഇവർ ഫുഡ് കൊണ്ട് വേസ്റ്റിലിടുമല്ലോ, ഇവർ ഏതെങ്കിലും മരത്തിൻ്റെ അടിയിലാണ് ഇടുന്നത്. അതേപോലെ തുളസി ഇലയൊക്കെ ഒരു പ്രസാദമായിട്ട് കിട്ടുന്നതൊക്കെ അങ്ങനെ കഴിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ മഴയായിരുന്നു, കാരണം കൂടുതലൊന്നും എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബട്ട് ടു ബി ഹോണസ്റ്റ്, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊരു വൈബായിരുന്നു, ഭയങ്കര വൈബ് തന്നെ കേട്ടോ. ഭയങ്കര രസമായിരുന്നു. എന്താ പറയുക, എല്ലാവരും കൂടി ഇങ്ങനെ അവരൊന്നുമേ നോക്കുന്നില്ല, അവർ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. ഐ തിങ്ക് അവർ ഫോളോ ചെയ്യുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഹിന്ദു ട്രഡീഷനാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ നമ്മുടെ അവിടെ ഇതുവരെ ഇങ്ങനെ ഡാൻസ് കളിച്ച് പാട്ട് പാടി വർഷിപ്പ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഇനി എനിക്ക് ഉണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ കൂടുതലും കേട്ടേക്കുന്നത് ഇങ്ങനെ കീർത്തനങ്ങൾ പാടുക, അതൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എനിക്ക് ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവർ ഇത്രയും ഇങ്ങനെ ഒരു വേറൊരു രാജ്യത്ത് നമ്മുടെ ഹിന്ദു കൾച്ചർ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനോട് ഇത്രയും ക്ലോസ് ആയിട്ട്, അതും റഷ്യൻസ് നിൽക്കുന്ന അതും മാത്രമല്ല, ഈ റഷ്യൻസ് ഭയങ്കര കൈൻഡാണ്. സാധാരണ റഷ്യൻസ് ചിരിക്കത്തില്ല, അങ്ങനത്തെ ഒരു ഇച്ചിരി ആറ്റിറ്റ്യൂഡുള്ളൊരു ഇതാണ്. പക്ഷെ ഇവർ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ത് രസം എല്ലാവരും സാരി കൊടുത്തിങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. നമ്മുടെ അവിടെ ഇവിടെ അങ്ങനെ ഒരുപാട് സാരി ഇന്ത്യൻ സാധനങ്ങളൊന്നും കിട്ടത്തില്ല. ഓൺലൈനിൽ കിട്ടുമെങ്കിലും ഭയങ്കര കോസ്റ്റ്ലിയാണ്. എന്നിട്ടും അവരത് കൊടുത്ത് ഒരുങ്ങി വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നല്ല രസമായിരുന്നു, ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ഇങ്ങനെ ഇവിടെ ഒരു കൃഷ്ണ ടെമ്പിൾ ഉണ്ട്, ഇങ്ങനെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാ സൺഡേയിലും ഇവർ വർഷിപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പണ്ടോട്ടേ അറിയാം. പക്ഷെ ഇത്രയും ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഇത്രയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പണ്ടൊരു ഡാൻസ് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇവരുടെ പ്രോഗ്രാമിന്. പക്ഷെ അന്നും ഞാൻ വിചാരിച്ചിട്ടില്ല, ഞാൻ ഇന്നവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആസ് എൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു.